ദ ജേർണലിസ്റ്റിലേക്ക് ഗസയിലേക്ക് ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന കൊടും ക്രൂരതയും പൈശാചികതയും ആക്രമണങ്ങളുമൊക്കെ അവസാനിപ്പിക്കാൻ ആർക്കു കഴിയും? ലോകം മുഴുവൻ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യം ഇതാണ്. നിരവധി ലോകരാജ്യങ്ങൾ ഇസ്രായേലിനെതിരെ വലിയ പ്രതിഷേധങ്ങൾ നടത്തുന്നുണ്ട്. പലസ്തീൻ ഐക്യദാർഢ്യ റാലികൾ ലോകത്തെമ്പാടും നടക്കുന്നുണ്ട്. പക്ഷേ ഇതുകൊണ്ടൊന്നും ഇസ്രായേലിനെ തടയാൻ സാധിക്കുന്നില്ല. അറബ് ഇസ്ലാമിക രാജ്യങ്ങൾ ഖത്തറിലേക്ക് ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിന് പിന്നാലെ വിളിച്ചു ചേർത്ത ഉച്ചകോടിയിൽ ഇസ്രായേലിന് നേരെ ശക്തമായ നിലപാടുകളും തീരുമാനങ്ങളും ഒക്കെ എടുത്തുവെങ്കിലും അതൊന്നും നടപ്പാക്കാനുള്ള ആർജവം അറബ് രാജ്യങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല. എന്ന് മാത്രമല്ല, ഖത്തർ വഴി അറബ് രാജ്യങ്ങളെ കൂടെ നിർത്താൻ ട്രംപ് നടത്തിയ മിന്നൽ നീക്കത്തിൽ ഏതാണ്ട് അറബ് രാജ്യങ്ങളൊക്കെ വീണു എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. ഈ ഘട്ടത്തിൽ ഒറ്റ ചോദ്യമാണ് ലോകം ചോദിക്കുന്നത്: ആർക്ക് കഴിയും ഇസ്രായേലിനെ തടയാനെന്ന്? ഒറ്റ ഉത്തരമേ പകരം വരുന്നുള്ളൂ, അത് ഇറാൻ എന്നാണ്. പക്ഷേ ഇറാൻ കഴിഞ്ഞ കുറേ നാളുകളായി കനത്ത നിശബ്ദതയിലാണ്. ഇസ്രായേലിനെയും അമേരിക്കയും ഭയന്നുകൊണ്ട് ഇറാൻ മാളത്തിൽ ഒളിച്ചിരിക്കുകയാണ് എന്നാണ് ഇവിടെയുള്ള സംഘപരിവാർ വൃത്തങ്ങൾ അന്താരാഷ്ട്ര റിപ്പോർട്ട് എന്ന നിലയിൽ വാട്സാപ്പ് യൂണിവേഴ്സിറ്റികളിൽ നോക്കി തള്ളിമറിക്കുന്നത്. പക്ഷേ എന്താണ് യാഥാർത്ഥ്യമെന്ന് പരിശോധിക്കുമ്പോൾ ഇപ്പോൾ കിട്ടുന്ന വിവരം ഇറാനും ഇസ്രായേലും തമ്മിൽ ഒരു നേർക്കുനേർ യുദ്ധം വരാൻ പോവുകയാണ് എന്നുള്ളതാണ്. ഇന്ന് വാഷിങ്ടൺ പോസ്റ്റ് എന്ന അന്താരാഷ്ട്ര മാധ്യമത്തിൽ, അമേരിക്കൻ മാധ്യമത്തിൽ ഒരു നിർണായകമായ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കപ്പെട്ടു. ആ റിപ്പോർട്ടിൽ പറയുന്നത് ഇസ്രായേൽ ഇറാന് നേരെ കനത്ത യുദ്ധം നടത്താനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുകയാണ് എന്നാണ്. മറ്റൊരു ഇസ്രായേലി മാധ്യമം പറയുന്നത്, ഒരു IDF ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നത്, 12 ദിവസം ഇസ്രായേലിന് നേരെ ഇറാൻ നൽകിയ തിരിച്ചടിക്ക് ശക്തമായ തിരിച്ചടി നൽകാൻ ഇസ്രായേൽ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ്. പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് ഏറ്റവും നിർണായകമായ മറ്റു ചില വിവരങ്ങൾ ക്രോഡീകരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, വാസ്തവത്തിൽ ഇറാൻ ഇസ്രായേലിന് നേരെ ഒരു വലിയ ആക്രമണത്തിന് തയ്യാറെടുക്കുകയാണ്. ആ ആക്രമണത്തെ പ്രതിരോധിക്കാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ അതിന് തിരിച്ചടി കൊടുക്കാൻ അത് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇസ്രായേലും അമേരിക്കയും വലിയ സന്നാഹങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. 2 ദിവസം മുമ്പ് ഇറാൻ്റെ മുതിർന്ന തലവൻ, IRGCയുടെ മുൻ തലവനായിട്ടുള്ള മേജർ ജനറൽ മുഹസിൻ റസായിയുടെ ഒരു വാക്ക് ചില അന്താരാഷ്ട്ര വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. അതിൽ അദ്ദേഹം പറയുന്നത്, ഇസ്രായേലിന് ഒരു വലിയ തിരിച്ചടി കൊടുക്കാൻ സമയമായിട്ടുണ്ട്, അതിനുള്ള ചില തയ്യാറെടുപ്പുകൾ ഇറാനിൽ നടക്കുന്നുണ്ട്, ഇസ്രായേൽ വീണ്ടും ഒരു ആക്രമണത്തിന് മുതിരുന്നു എന്നാണ് ഞങ്ങൾക്ക് ലഭിക്കുന്ന വിവരം, അതുകൊണ്ട് തന്നെ അതിന് ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്നാണ്. അതുപോലെ തന്നെ IRGCയുടെ ഭാഗത്ത് നിന്ന് ഇതോടനുബന്ധിച്ച് വന്ന മറ്റൊരു വാർത്താക്കുറിപ്പ്, ശത്രുവിൻ്റെ ഭാഗത്ത് നിന്ന് ആക്രമണം ഉണ്ടാകാനുള്ള സാധ്യത ഞങ്ങൾ മുന്നിൽ കാണുന്നു, ശക്തമായ തിരിച്ചടികൾ ഞങ്ങൾ നൽകാൻ സന്നദ്ധരാണ്, അല്ലെങ്കിലും ഏതെങ്കിലും തരത്തിൽ ശത്രു ബുദ്ധിമോശം കാണിച്ചാൽ തിരിച്ചടിക്കാനുള്ള സർവ്വസന്നാഹങ്ങളും ഞങ്ങൾ ഒരുക്കി വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് ഏതെങ്കിലും തരത്തിൽ ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്ന് വഴിവിട്ട ഇടപെടലുകൾ ഉണ്ടാവുകയാണെങ്കിൽ തിരിച്ചടിക്കാൻ സജ്ജമാണ് ഞങ്ങളെന്ന് ഇറാൻ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ പ്രഖ്യാപനവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് തന്നെ മറ്റൊരു നിർണായകമായ പരീക്ഷണം ഇറാൻ്റെ ഭാഗത്ത് നിന്ന് ഇതോടനുബന്ധിച്ചിട്ടുണ്ടായിട്ടുണ്ട്. ഇറാൻ 2000-ലധികം കിലോമീറ്റർ ദൂരം സഞ്ചരിച്ച് ലക്ഷ്യങ്ങളെ കൃത്യമായി തകർക്കാൻ കഴിയുന്ന ചില ബാലിസ്റ്റിക് മിസൈലുകൾ തയ്യാറാക്കിയിരുന്നു. അത് കഴിഞ്ഞ ദിവസം അവർ പരീക്ഷിച്ച് വിജയിച്ചു. അതായത് ദൂരപരിധി വെച്ച് നോക്കുകയാണെങ്കിൽ ഇസ്രായേലിനുള്ളിലേക്ക് കടന്നുകയറി അതിഭയാനകമായ ആക്രമണങ്ങൾ നടത്താൻ പര്യാപ്തമായ മിസൈലുകളാണിത് എന്നാണ് ഇറാൻ്റെ ഈ മിസൈലുമായി ബന്ധപ്പെട്ട, ബാലിസ്റ്റിക് മിസൈലുകളുമായി ബന്ധപ്പെട്ട സ്പെസിഫിക്കേഷൻ പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നത്. അതായത് ഇറാന് ഈ മിസൈലുകൾ ഇസ്രായേലിലേക്ക് എത്തിക്കാനും അവിടെ വലിയ സ്ഫോടനങ്ങൾ നടത്താനും എളുപ്പത്തിൽ സാധിക്കും എന്ന് ചുരുക്കം. അതോടൊപ്പം തന്നെ ഇറാൻ്റെ ഭാഗത്തു നിന്ന് ചില പ്രതികരണങ്ങൾ വന്നത്, ഈ മിസൈലുകൾ എന്ന് പറയുന്നത് ഞങ്ങൾ തദ്ദേശീയമായി ഉണ്ടാക്കിയതാണ്, അതോടൊപ്പം അയൺ ബീം, അയൺ ഡോം, താഡ് തുടങ്ങി നിലവിൽ അമേരിക്കയും ഇസ്രായേലുമൊക്കെ സംരക്ഷണ കവചമായി ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട സംരക്ഷണ വലയങ്ങളൊക്കെ, എയർ ഡിഫൻസ് സിസ്റ്റങ്ങളും മിസൈൽ ഡിഫൻസ് സിസ്റ്റങ്ങളുമൊക്കെ തകർക്കാനുള്ള ശേഷി ഈ പുതിയ നവീനമായ ബാലിസ്റ്റിക് മിസൈലുകൾക്കുണ്ട് എന്നും ഇറാൻ്റെ ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട്. അങ്ങനെ വന്നാൽ അത് ഇസ്രായേലിന് നേരെ ഏത് നിമിഷവും പ്രയോഗിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ഉയരുന്ന വിലയിരുത്തൽ. രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത്, തങ്ങളുടെ ആണവ പരീക്ഷണ പദ്ധതികളുമായി ഞങ്ങൾ മുന്നോട്ട് പോകുമെന്ന് ഇറാൻ പ്രഖ്യാപിച്ചിരിക്കുന്നു. ഈ ആണവ പരീക്ഷണം നടത്തുന്നു എന്ന പേരിലാണ് ഇസ്രായേലും അമേരിക്കയും ഇറാനിലേക്ക് ഇന്നാൾ ആക്രമണം നടത്തിയത്. പിന്നീട് ഇറാൻ തിരിച്ചടി കൊടുത്തപ്പോൾ ആണവ പദ്ധതികളെക്കുറിച്ച് അമേരിക്കയും ഇസ്രായേലും മിണ്ടുന്നില്ല. ഇപ്പോൾ ഇസ്രായേൽ ഉൾപ്പെടെ പറയുന്നത്
1500 കിലോമീറ്റർ താഴെ ദൂരപരിധിയുള്ള ബാലിസ്റ്റിക് മിസൈലുകൾ മാത്രമേ ഇറാൻ പരീക്ഷിക്കാവൂ, അല്ലാത്തതൊന്നും ഉണ്ടാക്കരുത് എന്നാണ്. കാരണം ഭയം തട്ടിത്തുടങ്ങിയിരിക്കുന്നു ഇസ്രായേലിന്. ഒറ്റയടിക്ക് നേരിട്ട് ഇസ്രായേലിൻ്റെ ആകാശദൂരത്ത് എത്തിക്കാൻ കഴിയുന്ന മിസൈലുകൾ ഇറാന്റെ പക്കലുണ്ട് എന്നതിനാൽ തന്നെ അത് തങ്ങളുടെ സുരക്ഷിതത്വത്തിന് വലിയ ഭീഷണിയാണ് എന്ന് ഇസ്രായേൽ തിരിച്ചറിയുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഇപ്പോൾ പശ്ചിമേഷ്യയിൽ അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ഭാഗത്തു നിന്നുണ്ടാകുന്ന ചില നിർണായകമായ നീക്കങ്ങൾ ഒരു പുതിയ യുദ്ധത്തിന് വഴിമരുന്നിടുന്നതിൻ്റെ തുടക്കമായി വേണം വിലയിരുത്താൻ എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. വാഷിംഗ്ടൺ പോസ്റ്റിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത് ഇറാന്റെ പ്രത്യാക്രമണത്തിൽ, അതായത് 12 ദിവസത്തോളം നീണ്ടുനിന്ന ഇറാന്റെ ആക്രമണത്തിൽ ഇസ്രായേലിന് ലോകത്തിന് മുന്നിൽ തന്നെ നാണം കെട്ടൊരു തിരിച്ചടിയാണ് ഉണ്ടായത്. അപ്പോൾ അതിനെ തിരിച്ചടിക്കാൻ, അതിന് കൃത്യമായ തിരിച്ചടി കൊടുക്കാൻ വേണ്ടി ഇസ്രായേൽ തയ്യാറെടുത്ത് നിൽക്കുകയായിരുന്നു. അതിനുവേണ്ടിയുള്ള സാഹചര്യങ്ങൾ ഇപ്പോൾ അടുത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഏത് നിമിഷവും ഇസ്രായേൽ ഇത്തരം ഒരു ആക്രമണം നടത്താമെന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. എന്ന് വെച്ചാൽ ഇസ്രായേൽ ഇറാന് നേരെയും ഇപ്പോൾ ഗസയ്ക്ക് നേരെ ആക്രമണം നടത്തുന്നു, ലെബനിലേക്ക് നടത്തുന്നു, അതുപോലെ തന്നെ യമനിലേക്ക് നടത്തുന്നു, ഖത്തറിലേക്ക് ആക്രമണം നടത്തുന്നു, സിറിയയിലേക്ക് നടത്തുന്നു. അങ്ങനെ ചുറ്റുമുള്ള സകല രാജ്യങ്ങളെയും ശത്രുക്കളാക്കുന്ന വിധത്തിൽ ഇസ്രായേൽ ആക്രമണങ്ങൾ ആരംഭിച്ചത് അത് ഇറാനിലേക്ക് കൂടി നീട്ടുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് എന്നാണ് ഇതിൽ പറയുന്ന വിവരം. അതേപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വിവരം ഇപ്പോൾ പുറത്തു വരുന്നത് ഇസ്രായേൽ തങ്ങളുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ സജ്ജമാക്കിയെന്നാണ്. കഴിഞ്ഞ ദിവസം അമേരിക്കയുടെ കപ്പൽപ്പട ഇസ്രായേലിൻ്റെ തീരത്ത് താഡ് എന്ന പേരുള്ള വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ എത്തിച്ചുവെന്നും അത് തന്ത്രപരമായി ഇസ്രായേലിൻ്റെ പല ഭാഗങ്ങളിലും ഇൻസ്റ്റാൾ ചെയ്യുന്നുവെന്നുമാണ് ഏറ്റവും പുതുതായി വന്നിരിക്കുന്ന വാർത്ത. അതോടൊപ്പം തന്നെ അമേരിക്ക തങ്ങളുടെ വ്യോമ സംവിധാനങ്ങൾ കൂടുതലായി ഖത്തറിലെ അൽ ഉദൈദ എയർബേസിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ഏറ്റവും പ്രധാനമായി ആകാശത്ത് വെച്ച് തന്നെ ഫൈറ്റർ ജെറ്റുകൾക്ക് ഇന്ധനം നിറയ്ക്കാൻ കഴിയുന്ന റീഫ്യൂവലിംഗ് ടാങ്കുകൾ, അതായത് വിമാനത്തിൽ തന്നെ സെറ്റ് ചെയ്തിട്ടുള്ള ടാങ്കറുകൾ, ആ ടാങ്കറുകളിൽ നിന്ന് പറന്നുകൊണ്ടിരിക്കുന്ന ഫൈറ്റർ ജെറ്റുകൾക്ക് ആകാശത്ത് വെച്ച് തന്നെ ഫ്യൂവൽ നിറയ്ക്കാൻ സാധിക്കും. അങ്ങനെയുള്ള 35ഓളം യൂണിറ്റുകൾ അൽ ഉദൈദയിൽ എത്തിച്ചിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അതുപോലെ തന്നെ പെഗാസസ് വിമാനങ്ങളും എത്തിച്ചിട്ടുണ്ട്. അമേരിക്കയുടെ വ്യോമ സംവിധാനങ്ങൾ കുറെ കൂടി ശക്തമാക്കിക്കൊണ്ട് അവർ അറബ് രാജ്യങ്ങളിൽ കേന്ദ്രീകരിക്കുകയാണ്. അതിൻ്റെ സൂചന എന്ന് പറയുന്നത് ഒന്നുകിൽ ഇറാൻ ഇസ്രായേലിന് നേരെ ഒരു ആക്രമണം നടത്തും, പിന്നീട് തിരിച്ചടി ഉണ്ടാകും, അല്ലെങ്കിൽ ഇസ്രായേൽ ഇറാനിലേക്ക് ഒരു ആക്രമണം നടത്തും, അതിൻ്റെ തിരിച്ചടി ഉണ്ടാകും. എങ്ങനെ പോയാലും ഇസ്രായേലും ഇറാനും തമ്മിലൊരു യുദ്ധം ആസന്നമാകുന്നു എന്നതിൻ്റെ സൂചനകൾ പ്രകടമാണ്. അതിൽ കക്ഷി ചേരുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് അമേരിക്ക ഈ വ്യോമ സംവിധാനങ്ങളൊക്കെ ഖത്തറിൽ വിന്യസിച്ചിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. ഇപ്പോൾ തന്നെ വലിയ തോതിലുള്ള യുദ്ധമാണ് പശ്ചിമേഷ്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഗസയിലേക്ക് നടന്നുകൊണ്ടിരിക്കുന്ന ആക്രമണങ്ങൾ ചരിത്രത്തിലെ ഏറ്റവും വലിയ മാരകമായ ആക്രമണങ്ങളാണ്. ഇതോടൊപ്പം തന്നെ ഇറാനുമായ ഒരു ഏറ്റുമുട്ടൽ കൂടി ഉണ്ടായാൽ വീണ്ടും പശ്ചിമേഷ്യയിൽ അശാന്തിയും സമാധാനവും അതീവ ഗുരുതരമായ നിലയിൽ സമാധാന പ്രശ്നങ്ങൾ ഉണ്ടാകും. പശ്ചിമേഷ്യയിൽ യുദ്ധം വീണ്ടും തുടരുന്ന സാഹചര്യം ഉണ്ടാകും. ഇതൊക്കെ വലിയ തിരിച്ചടിയാണ് ഉണ്ടാക്കുക. യുദ്ധം അവസാനിപ്പിക്കാനുള്ള ശാശ്വത മാർഗങ്ങൾ തേടുന്നു, വെടിനിർത്തൽ കരാറിന് വേണ്ടി ശ്രമിക്കുന്നു എന്ന് അമേരിക്കയും ഇസ്രായേലും പറയുമ്പോൾ തന്നെ മറുവശത്ത് യുദ്ധം ശക്തമാക്കാനുള്ള ചില നീക്കങ്ങളുമായാണ്, കുതന്ത്രങ്ങളുമായാണ് അവർ മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം. ഇപ്പോഴും ഗസയിലേക്ക് ആക്രമണം നിർത്താനായിട്ട് ഇസ്രായേൽ തയ്യാറായിട്ടില്ല. അതേസമയം ഇറാൻ പതുങ്ങിയിരിക്കുന്നത് ഇസ്രായേലിന് നേരെ അവസരോചിതമായ ആക്രമണം നടത്താനാണ് എന്ന സൂചനകളും പുറത്തു വരുമ്പോൾ എന്തും സംഭവിക്കാം പശ്ചിമേഷ്യയിൽ എന്ന നിലയാണ് ഇപ്പോഴുള്ളത് എന്ന് നിസ്സംശയം പറയാം.